വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാവുന്ന പ്രിൻസിപ്പിൾ ഓഫ് കോസ്മെറ്റിക് ഇവാലുവേഷൻ ആണ്. സോ കോസ്മെറ്റിക് ഇവാലുവേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മളൊരു കോസ്മെറ്റിക്സ് നമ്മളെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യും മുന്നേ നമ്മളത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ബിക്കോസ് നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടെക്സ്ചർ എങ്ങനെ, സ്കിൻ എങ്ങനെ അറിയേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരുപാട് മെഷർമെൻറ്റ്സുകളും അല്ലെങ്കിൽ മെത്തേഡ്സുകളും പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സെബോമീറ്റർ. പേര് പറയുന്ന പോലെ തന്നെ സെബം ലെവൽ അറിയുക എന്നുള്ളതാണ്. സ്കിന്നിലും സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അറിയുക എന്നുള്ളതാണ്. അപ്പം ഇത് ജസ്റ്റ് സിമ്പിളാണ്. ഒരു കുഞ്ഞു മെഷീൻ എടുത്ത് നമ്മളെ ബോഡിയിലേക്ക് വെക്കും, നമുക്ക് അറിയാനായിട്ട് പറ്റും. വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഗ്രീസ് സ്പോട്ട് ഫോട്ടോമെട്രി എന്ന് പറയുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. സോ ഇവിടെ നമുക്കൊരു മിറർ ഉണ്ട് കേട്ടോ. മിറർ ഉണ്ട്, നമുക്ക് പടം വരയ്ക്കാനില്ല, എന്നാൽ നിങ്ങൾ വരച്ച് നന്നായിരിക്കും. സോ ഒരു മിറർ ഉണ്ട്. സോ ഇതാണ് കേട്ടോ മിറർ. ആൻഡ് ഇവിടെ നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ലൈറ്റ് നമ്മൾ കടന്നു പോകുന്നൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. സോ ലൈറ്റ് സോഴ്സ് ഈ മിററിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടാവുക. അവിടെ നിന്ന് നേരെ തിരിച്ചൊരു ഫോട്ടോ ലിഡിലേക്ക് വരും. സോ ഇവിടെ ഒരു പ്രൊജക്ടർ റേ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഡയോഡ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് ഒരു മിറർ ഉണ്ട്, ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്, ഒരു സോഴ്സ് ഉണ്ട്. ഇത്രയും മാത്രം വരച്ചാൽ മതി, സിമ്പിളാണ്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം സെബ് ഉണ്ടെന്ന് അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നമുക്കൊരു ഹെഡ് ഉണ്ട്, ഈ ഒരു മെഷീൻ്റെ ഹെഡ് ഉണ്ട്. ആ ഹെഡ് നമ്മൾ എവിടെയാണോ വെക്കേണ്ട ആ ഭാഗത്തേക്ക് വെക്കുകയാണ് ചെയ്യുക. അതിനകത്തൊരു സ്പെഷ്യൽ ടേപ്പ് ഉണ്ട്, നമ്മുടെ സ്കിന്നിലേക്ക് അറ്റാച്ച് ആകും. ഈ സ്കിന്നിലേക്ക് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ്, ആ ഒരു ടേപ്പ് ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ളത് ഫോട്ടോ സെൽ ഡിറ്റക്ടർ അറിഞ്ഞ് നമ്മൾ അറിയിക്കുകയാണ് ചെയ്യുക. എത്രയാണ് സെബമുള്ളത്, mg സെബം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ അറിയാനായിട്ട് പറ്റുന്ന ബേസിക് പ്രിൻസിപ്പിളാണ്. സോ നമുക്ക് എത്രത്തോളം നമുക്ക് ഓൾറെഡി അറിയാം സെബം എന്നറിയാം അല്ലേ. നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആക്കാനും സ്കിൻ ഇൻഫെക്ഷനിന്നൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം പെർമിബിലിറ്റി വരണം. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഒരു സാധനം നമ്മളെ ബോഡിയിൽ നമ്മൾ തേക്കുന്നതിന് മുന്നേ ഇത് ബോഡിയിൽ അബ്സോർബ് ആവുമോ എന്നറിയണം. പക്ഷേ നമുക്ക് ഓവർ സെബം പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ആവശ്യമാണ്. ഈ പ്യൂബർട്ടി സമയത്തൊക്കെ നമുക്ക് എൻലാർജ് ആയിട്ട് ഒരുപാട് സെബമൊക്കെ പ്രൊഡ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഡ് ഓർഡർ, ഓയിലി സ്കിൻ ആയിട്ട് വരിക, അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷനൊക്കെ ആക്നെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഡെർമറ്റോളജിയിൽ ഈ ഒരു സെബം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത് ബന്ധമായിട്ടുള്ള ആക്നെ പ്രൊഡക്ഷനൊക്കെ എപ്പോഴും കോമൺ ആയ കാര്യമാണ്. സോ ലിപ്പിഡ്സ് കണ്ടിന്യൂസ്ലി നമ്മളെ ബോഡി സിന്തസൈസ് ആകുമ്പോഴത്തേക്കും ലൈക് സെബേഷ്യസ് ഗ്ലാൻഡിൽ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി സിന്തസിസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ സെക്രീറ്റ് ആവുകയും അങ്ങനെ അപ്രോക്സിമേറ്റ്ലി 8 days ഓഫ് സിന്തസിസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് നോൺ സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവൈവോ പ്രൊഡക്ഷൻ ഓഫ് സെബം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇനി സെബം ആവറേജ് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1.45 mg per 10 centimeter square ബൈ 3 hours ആണ് എന്നുള്ളതാണ്. പെർ 3 hours ആണ് എന്നുള്ളതാണ്. ഇത്ര നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ് ചെയ്യുന്നത്. ഇത് എളുപ്പമാണ്. വെറുതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവണ്ട. ആ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെബോമീറ്റർ അല്ലെങ്കിൽ സെബോമീറ്റർ പ്രോപ്പ് കാട്രിഡ്ജ് ആണ് കേട്ടോ. ഇതും ആ ഒരു നേരത്തെ പറഞ്ഞ സെയിം വഴി കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ കാട്രിഡ്ജ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. കാട്രിഡ്ജും സിമ്പിളാണ്. നമ്മളെ ബോഡിയിൽ വെക്കുന്ന ഒരു സാധനമാണ്, ചെറിയൊരു സാധനം ഉണ്ടായിരിക്കും. അതും വർക്ക് ചെയ്യുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ആ ഒരു പടം വരച്ച് വെക്കുക. ഒരു ഫോട്ടോ ഡയോഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലൈറ്റ് മേലേക്ക് പോകുന്നു, മിററിലേക്ക് വരുന്നു, ഇവിടെ ഒരു ടേപ്പ് ഉണ്ട്, ഇവിടെ ഒരു ടേപ്പ് വെച്ചിട്ടുണ്ട്. ഈ ടേപ്പിലേക്ക് ട്രാൻസ്പെറൻ്റ് ആവുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഹെഡ് എക്സ്പോസ് ചെയ്യുന്നു, 64 milli square section ഓഫ് ദ ടേപ്പ്. എന്നിട്ട് നമ്മൾ ട്രിഗർ ചെയ്യും. പ്രസ് ദ ട്രിഗർ, ന്യൂ ഏരിയ ഓഫ് ടേപ്പ് ഈസ് എക്സ്പോസ്ഡ് ഫോർ മെഷർ. അപ്പം നമ്മൾ ഇപ്പോൾ പുതിയ ടേപ്പ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരു ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് പിന്നെ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാട്രിഡ്ജ് ആ ഒരു ടേപ്പ് നമുക്ക് മാറ്റിക്കൊണ്ട് ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോ കാട്രിഡ്ജിനും സഫീഷ്യൻറ്റ് അപ്രോക്സിമേറ്റ് 450 മെഷർമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രിഗർ ഹാസ് എ സ്കെയിൽ ഫ്രം 1 to 0 ടു ഷോ ദ എമൗണ്ട് ഓഫ് അൺയൂസ് ടേപ്പ് റിമൈനിങ്. അതായത് എത്ര ടേപ്പ് നമുക്ക് ബാലൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ട്രിഗർ ഉണ്ട്. ടേപ്പ് ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. കാട്രിഡ്ജ്, ഈ ഒരു സെബു പ്രോബിനകത്ത്, ഈ സെബു മീറ്ററിനകത്ത് വെക്കുന്ന കാട്രിഡ്ജ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനകത്ത് ടേപ്പ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആക്യുറസി ±5% ആണ്. അഡ്വാൻറ്റേജ് ക്യുക്കാണ്, ഈസിയാണ്, സീറോ കാലിബ്രേഷൻ ആണ്. കാലിബ്രേറ്റിൻ്റെ ആവശ്യമില്ല, ടേപ്പ് മാറ്റിയാൽ മതിയല്ലോ. അത് മാത്രമല്ല, പിന്നെ പ്രോബ് സ്മോൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾ നെറ്റ് അടിച്ച് നോക്കിയത് പ്രോബ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആക്യുറേറ്റ്ലി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ കൊടുത്ത് നമുക്ക് റിസൾട്ട് അത്യാവശ്യം അനുസരിച്ച് കിട്ടും. ഡെർമറ്റോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരുപാട് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കോർണിയോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ അറിയുന്നത് കോർണിയോമീറ്റർ എന്തായിരിക്കും, കപ്പാസിറ്റൻസ് മെഷർമെന്റ് ഓഫ് ദ ഡൈഇലക്ട്രിക് മീഡിയം. സോ ഇത് വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ കപ്പാസിറ്റൻസ് മെഷർ നമ്മൾ അറിയുവാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആണ്
അല്ലെങ്കിൽ എത്രത്തോളം ഹൈഡ്രേറ്റ് അല്ല എന്നറിയാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സ്കിൻ സർഫസ്. ഇപ്പം എൻ്റെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആകണം എന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവും. അപ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. സോ മൈനർ ചേഞ്ചസ് പോലും ഹൈഡ്രേഷനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. സോ മെഷർമെന്റ് റേഞ്ച് 0 to 120 attributary യൂണിറ്റ്സ് ആണ്. സോ ഫാസ്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് മോണിറ്ററിംഗ് പോസിബിൾ ആണ്. ഈവൻ സോൾട്ട് ഓർ ക്രീം റെസിഡ്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ നമ്മൾ വല്ല സ്കിന്നിന്റെ പുറത്ത് വല്ല എന്താണ് ക്രീം തേച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് റിസൾട്ട് കിട്ടും. ഇതും വെരി ഷാലോ പെൽട്രേഷൻ ഡെപ്ത് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സ്മോൾ പ്രോബ് ആണ്. നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. വീണ്ടും നമുക്ക് കിട്ടും കേട്ടോ. റെക്കമെൻഡഡ് ഇൻ EAMZO ഗൈഡ് ലൈൻ. നമുക്ക് സ്കിൻ ഹൈഡ്രേഷൻ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ കോർണിയോ എന്താണ്, നമ്മൾ ഓൾറെഡി കോർണിയോ നമ്മൾ പഠിച്ച സ്കിന്നിന്റെ ഒരു ലെയർ ആണ് അല്ലേ. സോ ഈ കോർണിയോന്റെ ഹൈഡ്രേഷൻ എത്രയുണ്ട് ഇല്ല നമ്മൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബയോമെഡിക്കൽ കോസ്മെറ്റിക് അപ്ലിക്കേഷൻ, ഇനി ക്ലെയിം സപ്പോർട്ട്, എഫിഷ്യൻസി, സേഫ്റ്റി ടെസ്റ്റിംഗ് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹൈഡ്രേഷൻ എങ്ങനെ, പ്രൊട്ടക്ഷൻ എങ്ങനെ, അല്ലെങ്കിൽ റിസർച്ചിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ട്രാൻസ്പെരിഡെർമൽ വാട്ടർ ലോസ്. എന്താ ട്രാൻസ്പെരിഡെർമൽ വാട്ടർ ലോസ്? എത്രത്തോളം വെള്ളം നമുക്ക് ലോസ് ആവുന്നു എന്നുള്ളതാണോ? നമുക്ക് നോക്കാം. സോ ഈസ് ദ മെഷർമെന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് പാസ് ഫ്രം ഇൻസൈഡ് ദ ബോഡി ത്രൂ ദ എപ്പിഡെർമിസ് ആൻഡ് ഇവാപറേറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അത് തന്നെയാണ് അല്ലെ, എത്രത്തോളം ലോസ് ആവും നമ്മുടെ എപ്പിഡെർമിസിലൂടെ കടന്നു പോയിട്ട് എത്ര വെള്ളം നമുക്ക് പോകുന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോമിൽ എന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. -dA into A into dP by dx ആണ്. A surface area, M amount of water transported, T is equal to time, D diffusion coefficient, P vapor pressure, X distance from skin tissue. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കുക. സോ നമുക്ക് സ്കിന്നിന് ബാർ ഡാമേജ് ഉണ്ടോ, എൻവയറമെന്റൽ ഫാക്ടേഴ്സ് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടോ, അത് ഇവാലുവേറ്റ് ചെയ്യുക. മോയ്സ്ചർ കണ്ടോ സ്കിന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് TEWL എന്ന് പറയുന്നത്. സോ നാച്ചുറലി ഒക്കറിങ് ആണ്, നമ്മളെ മെറ്റബോളിക്കിൻ്റെ ഒക്കെ പ്രോസസ്സിൽ നടക്കുന്ന നാച്ചുറലി ഒക്കറിങ് ആണ് ഈ വെള്ളം എത്രത്തോളം പുറത്ത് പോകണം, എത്ര ഉണ്ടാകും എന്നുള്ളത്. സോ വെൻ ബാർ ഫംഗ്ഷൻ ഓഫ് സ്കിൻ ഇസ് ഡിസ്റ്റർബ്, വാട്ടർ ലോസ് ഇൻക്രീസ്. അപ്പം നമുക്കൊരു പ്രോപ്പർ ബാർ ഫംഗ്ഷൻ ഇല്ല, പ്രോപ്പർ ബാർ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. സോ ചിവാമീറ്റർ പ്രോബ് കൺസിസ്റ്റ് ഓഫ് 2 pairs of sensors. സോ ചിവാമീറ്റേഴ്സിൽ 2 pairs of sensors ഉണ്ട്. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അറിയാനായിട്ട് പറ്റും. Placed in a hollow cylinder. So this based on open chamber method allow continuous monitoring without interfering with the microenvironment. Even ഒരു ഗ്ലാസ് ഹോളോ ചേമ്പറിനകത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് gram per height per meter square എന്ന രീതിയിലാണ് നമ്മളെപ്പോഴും മെഷർ ചെയ്യേണ്ടാവുക. ഫോമിൽ നിർബന്ധമായും പഠിക്കുക. ഇത്രയേ ഉള്ളൂ എത്രത്തോളം വെള്ളം ലോസ് ആയി പോകുന്നു. അഡ്വാൻറ്റേജ് ഫാസ്റ്റർ ആണ്, നമുക്ക് അങ്ങനെ വേറെ ഇൻഫ്ലുവൻസ് കാരണം റിസൾട്ട് മാറാറില്ല. സിമ്പിൾ യൂസ് ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട് പറ്റും. ഈവൻ എത്രത്തോളം വെള്ളം ലോസ് ആവുന്ന കാൽക്കുലേഷൻ പോസിബിൾ ആണ്. ആക്യുറേറ്റ് ആണ്. സ്കാൽപ്പ്, ലിപ്പ്, ഹെയറിലൊക്കെ ഉപയോഗിക്കാം. സ്വെറ്റ് സ്റ്റഡീസിന് ഉപയോഗിക്കാം. വെറ്റിനറി റിസർച്ചിൽ ഉപയോഗിക്കാറുണ്ട്. ഇൻവിട്രോ ടെസ്റ്റിങ്ങിൽ, പിന്നെ ടെക്സ്റ്റൈൽ, ഫുഡ്, ടിഷ്യൂ, പേപ്പർ ഇൻഡസ്ട്രി റിസർച്ചിലൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കറിയേണ്ട സ്കിൻ കളർ മെഷർമെൻ്റ് ആണ്. നമുക്ക് എങ്ങനെ സ്കിൻ കളർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ഡിറ്റർമൈൻ ചെയ്യുന്നത് കരോട്ടീൻ, ഹീമോഗ്ലോബിൻ, മെലാനിൻ ഒക്കെ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെക്ട്രോഫോട്ടോ മീറ്റർ, പിന്നെ ക്രോമോമീറ്റർ, മെക്സാമീറ്റർ, ഡെർമാസ്പെക്ട്രോമീറ്റർ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ബേസിക്കായിട്ട് അറിയാം നമുക്ക് സ്കിൻ കളർ മെഷർ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്. ചില സമയങ്ങളിൽ നമുക്ക് ചില പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് സ്കിൻ കളർ അറിയേണ്ട ആവശ്യമുണ്ട്, ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇച്ചിരി ഒരു സയൻറ്റിഫിക് സ്റ്റഡീസിലേക്ക് നമ്മൾ പോകുന്നതാണ്. വെറുതെ പാച്ച് ടെസ്റ്റിനേക്കാൾ മോറോവർ സയൻറ്റിഫിക് സ്റ്റഡിയിലേക്ക് പോകുന്ന രീതിയാണ് ഈ ഒരു സ്കിൻ കളർ മെഷർമെൻറ്റ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ റിഫ്ലക്ഷൻ സ്പെക്ട്രോമീറ്ററും ക്രൊമാറ്റോമീറ്ററും മെക്സാമീറ്ററും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ റിഫ്ലക്ഷൻ സ്പെക്ട്രോമീറ്റർ എന്ന് വെച്ചാൽ എത്രത്തോളം ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ സ്കിൻ കളർ അറിയുന്ന രീതിയാണ്. സോ അവിടെ 2 ടൈപ്പ് ഉണ്ട്. ട്രൈ സ്റ്റിമുലേറ്റ് കളറോമെട്രി, അവിടെയാണ് എക്സാമ്പിൾ മിനോലൈറ്റ് ക്രോമാമീറ്റർ, and narrow based reflectance meter, that is example for derma spectrometer and mexameter. So in the basic principle ഒക്കെ ജസ്റ്റ് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അത് ജസ്റ്റ് നോക്കി വെക്കാം. ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാം, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന അറിയാം. സോ ആ ഒരു പ്രിൻസിപ്പിൾ നോക്കിയിട്ട് വേണം ഓരോന്നിൻ്റെ എക്സാമ്പിൾ പഠിക്കാൻ. ഇനി ക്രോമാമീറ്റർ CR400 ആണ്. ഹാൻഡ് ഹെൽഡ് പോർട്ടബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് സ്കിൻ കളർ അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ സ്കിൻ കളർ ഏത് രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ പാസ് ആണോ ഫെയിൽ ആണോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഗ്രേഡിയൻ ഉണ്ടാവും. അതിപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുവാണ്, എനിക്ക് ഈ കളർ എത്രത്തോളമാണ് നമ്മുടെ സ്കിന്നിലുണ്ടെന്ന് എനിക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പം ഞാൻ സ്കിന്നിലേക്ക് ഈ പ്രോബ് വെച്ചിട്ട് നമ്മൾ അറിയാണ് ഇത് പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് നമ്മൾ അറിയുവാണ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെ ബേസിക്കലി നമ്മുടെ സ്കിന്ന് മാത്രമാകണം എന്നൊരു നിർബന്ധവും ഇല്ല. ഈ ക്രോമാമീറ്ററിൽ ഫുഡ്, പ്ലാസ്റ്റിക്, ബിൽഡിംഗ് മെറ്റീരിയൽസ്
കെമിക്കൽസ് ഇൻഡസ്ട്രിയിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഡെർമറ്റോളജിയിൽ മാത്രമല്ല ക്വാളിറ്റി കൺട്രോൾ റിസർച്ച് ഡെവലപ്മെന്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി മെക്സാമീറ്റർ ആണ്. ഇവിടെ മെലാനിനും ഹീമോഗ്ലോബിൻ ലെവൽ നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഇവിടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സ്പെസിഫിക് ലൈറ്റ് വേവ് ലെങ്ത്, നമുക്കൊരു വേവ് ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയുന്നതാണ് രീതി നമ്മൾ ചെയ്യുന്നത്. 3 സ്പെസിഫിക് വേവ് ലെങ്ത് ആണ് നമുക്കുള്ളത്. നമുക്ക് മെലാനിനെയും ഹീമോഗ്ലോബിനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എമിറ്റ് 3 സ്പെസിഫിക് വേവ് ലെങ്ത് ആണ് കേട്ടോ. സോ ഓൺലി ഡിഫ്യൂസ് ആൻഡ് സ്കാറ്റർഡ് ലൈറ്റ് ഇസ് മെഷർഡ്. ഇവിടെ നമ്മൾ ഡിഫ്യൂസ്ഡും സ്കാറ്റർഡ് ലൈറ്റും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, മെഷർ ചെയ്യാറുള്ളൂ. നമുക്ക് ഏകദേശം 1 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇൻ റേഞ്ച് ഫ്രം 0 to 999 ഉള്ളിൽ നമുക്ക് ഏകദേശം റിസൾട്ട് കിട്ടും കേട്ടോ. സോ ഒരു കോൺസ്റ്റന്റ് പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലൈറ്റ് വന്ന് അബ്സോർപ്ഷനും റിഫ്ലക്ഷനും നടക്കുകയും അങ്ങനെ അതനുസരിച്ച് നമുക്ക് എത്രത്തോളമാണ് മെലൻ ഹീമോഗ്ലോബിൻ്റെ ആ ഒരു നമുക്ക് അറിയാനായിട്ട് പറ്റുന്ന രീതിയാണ്. ആപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ക്ലെയിം സപ്പോർട്ട്, ക്ലിനിക്കൽ അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ്, അലർജി ആൻഡ് പാച്ച് ടെസ്റ്റ്, മെലനോമ, സ്കാർ ടിഷ്യൂ, മെഡിക്കൽ സർവേയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി നമ്മൾ ഡെർമറ്റോളജിയിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ്, എന്നാലും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഹെയർ ടെൻസൽ സ്ട്രെങ്ത് ആണ്. സോ മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് കെരാറ്റിൻ, എ പോളിമൈഡ് പ്രോട്ടീൻ. സോ നമ്മളെ ഹെയറിൽ എന്താണുള്ളത്, കെരാറ്റിൻ ഉള്ളത്. സോ ഇത് നമുക്ക് സ്ട്രെങ്ത് കൂടുന്ന ഡൈസൾഫൈഡ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ് ചെയിൻസ് കാരണമാണ്. നമ്മളെ മുടിക്ക് സ്ട്രെങ്ത് കൂടുവാണെങ്കിൽ അതിനർത്ഥം എന്താ, ഡൈസൾഫൈഡ് ബോണ്ട് ആണ്. സോ ടെൻസൽ സ്ട്രെങ്ത് 200 മുതൽ 250 MPa ആണ്. Yield strength 140 to 160 MPa ആണ്. ഡയമീറ്റർ ഓഫ് ഹെയർ സ്ട്രാൻഡ് 0.025 to 0.076 മില്ലിമീറ്റർ ആണ്. എന്തായാലും ഇതെല്ലാം പഠിച്ചേ പറ്റൂ, കാരണം നമുക്ക് അത്രയും ഈ ഹെയറിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഈ വാല്യൂ ഒക്കെ പഠിച്ചേ പറ്റൂ. മെഷർ യൂസിങ് ടെൻസൽ ടെസ്റ്റർ. നമുക്ക് ടെൻസൽ ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെയറിന് എത്രത്തോളം ബലമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് കേട്ടോ. സോ ടെൻസിൽ ടെസ്റ്റ് മെത്തഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഹെയർ ടെസ്റ്റിംഗ് ഡിവൈസിനിടയിൽ വെച്ചതിന് ശേഷം ഒരു ഫോഴ്സ് കൊടുക്കും. എത്ര ഫോഴ്സിലാണ് മുടി പൊട്ടുന്നത്, സിമ്പിളാണ്. മാക്സിമം സ്ട്രെങ്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ എത്ര വരെ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാൻ പറ്റും. ദ ഹെയർ ക്യാൻ വിസ്റ്റാൻഡ് ബിഫോർ ബ്രേക്കിംഗ് ഇസ് കോൾഡ് അൾട്ടിമേറ്റ് ടെൻസിൽ സ്ട്രെങ്ത്. അപ്പോൾ എത്ര വരെ വെയിറ്റ് നമുക്ക് കൊള്ളുന്നു അതാണ് നമുക്ക് എന്ത് അൾട്ടിമേറ്റ് പറയാം. എത്രത്തോളം നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് MPa എളുപ്പമാണ്. നമ്മൾ ഹെയർ എടുക്കുന്നു, വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഹെയർ കോമ്പിംഗ് പ്രോപ്പർട്ടിയാണ്. Combability may define on subjective perspective how easy or difficult to comb the hair. മുടി കോതാൻ എളുപ്പമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഹെയർ കോമ്പിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. സോ എത്രത്തോളം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, നമ്മൾ ഏത് ഡയറക്ഷനിൽ കൊടുക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ഫാക്ടേഴ്സ് ഉണ്ട്. ഹെയർ മെലബിലിറ്റി, പ്രസൻസ് ഓഫ് മെക്കാനിക്കൽ ഡാമേജ്, ഇതൊക്കെ നമുക്ക് ഫാക്ടേഴ്സ് ആണ്. ഹെയർ ഫൈബേഴ്സ് എന്ന് വെച്ചാൽ 3 മെയിൻ സ്ട്രക്ചറാണ്. ഒന്ന് ക്യൂട്ടിക്കിൾ, അവിടെയാണ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ടിപ്പിക്കൽ ഡെപ്പോസിറ്റ് ആണ്, ക്യൂട്ടിക്കിൾസിലാണ് കേട്ടോ. ക്യൂട്ടിക്കിളിൽ തന്നെ 8 to 11 ഓവർലാപ്പിംഗ് ലെയർ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ ക്യൂട്ടിക്കിൾസ് ആയിട്ടിരിക്കും ചെയ്യുക. ഈച്ച് ഫോം ബൈ സിംഗിൾ റെക്ടാംഗിൾ സെൽ. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സിംഗിൾ റെക്ടാംഗിൾ സെൽസ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കുക. സോ ദ സെൽ ഓവർലാപ്പ് സച്ച് ദാറ്റ് ഓൺലി 1/6 ഓഫ് ഈച്ച് സെൽ ഈസ് എക്സ്പോസ് സർഫസ്. അതിൽ 1/6 മാത്രമാണ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫ്രിക്ഷൻ ഈസ് ഹയർ ഇൻ ദ വെറ്റ് ഹെയർ. വെറ്റ് ഹെയറിൽ ഭയങ്കര ഫ്രിക്ഷൻ ആയിരിക്കും ഡ്രൈ ഹെയറിനേക്കാളും. പെർമനന്റ് വേവിങ് ആൻഡ് ഹെയർ സ്ട്രെയിറ്റനിങ്, ദ ഹയർ പീച്ച് ഓഫ് ഇൻക്രീസ് ദ ഫ്രിക്ഷൻ. നമ്മൾ പെർമനന്റ് ആയിട്ട് വേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹെയർ ഒക്കെ സ്ട്രെയിറ്റൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും pH മാറിക്കൊണ്ട് ഈ ഇങ്ങനെയുള്ള pH നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അങ്ങനെ ഫ്രിക്ഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്നു, ഫ്രിക്ഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഭയങ്കര ഹെവി ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ ഫ്രിക്ഷനായിട്ട് കൂടും. ഇനി അത് മാത്രമല്ല കണ്ടീഷനിങ് സബ്സ്റ്റൻസ് ലോ ദ ഫ്രിക്ഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മളെ മുടി ഭയങ്കര ഫ്ലോലെസ്സാണ്, ഭയങ്കരമായിട്ട് സ്മൂത്ത് കിടക്കും. എന്തുകൊണ്ടാണ്? അത് ഫ്രിക്ഷൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ കണ്ടീഷൻ ക്രീമോ റിൻസിങ് ക്രീമോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. നമുക്ക് കോംബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ അതെങ്ങനെയാണെന്ന് അറിയുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് മെഷർമെന്റ് സോപ്പ് ആൻഡ് ബാസ് ആണ്. സോപ്പ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ സോപ്പ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? വാട്ടർ സോൾബിൾ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ് സോപ്പ്. നിങ്ങൾക്ക് അറിയാം, മെയ്ഡപ്പ് ഓഫ് ഫാറ്റ് ആൻഡ് ഓയിൽസ് ആണ്. ഫാറ്റി ഓയിൽസ് ഉണ്ടായിരിക്കും. സ്ട്രോങ് ആൽക്കലിയാണ്, കെമിക്കലി വിത്ത് എ സ്ട്രോങ് ആൽക്കലി ട്രീറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടാവുക അല്ലേ. സോ ടൈപ്പ് ഓഫ് സോപ്പ് ട്രാൻസ്പെറൻറ്റ് ഉണ്ട്, ബേത്തിങ് ഉണ്ട്, കാസ്റ്റിൽ ഉണ്ട്, സൂപ്പർ ഫാറ്റഡ് സോപ്പ് ഉണ്ട്, കാർബോളിക് ഉണ്ട്, കാർബണേറ്റ് സോപ്പ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോപ്സ് ഉള്ളത്. ഇതും നിർബന്ധമാണ് പഠിക്കണം. സോ സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ്. കോമൺ സാച്ചുറേറ്റ് ഫാറ്റി ആസിഡ്സ് 12 to 18 കാർബൺ ആറ്റംസ് ഉണ്ട്. ലോറിക് ആസിഡ്, മിസ്ട്രിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, ഒലീക് ആസിഡ് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സോ ഫാറ്റ് മിക്സ്ചർ കണ്ടെയ്നിങ് സാച്ചുറേറ്റ് അൺസാച്ചുറേറ്റ് ഫാറ്റ് ആൻഡ് ലോങ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് സ്യൂട്ടബിൾ ഫോർ പ്രൊപ്പോർഷൻ ഇൻ യൂസ്ഡ്. സോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പം ഓയിലും ഫാറ്റും എടുക്കുന്ന സമയത്ത് നമ്മൾ സാച്ചുറേറ്റോ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റ് ഫാറ്റി മിക്സ് ആയിരിക്കും എടുക്കേണ്ടാവുക. അവിടെ ലോങ്ങോ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്, ലോറിക്കും മിസ്ട്രിക്കും ഒക്കെ. ഇനി ആൽക്കലി ആണെങ്കിൽ കോസ്റ്റിക് സോഡ NaOH, കോസ്റ്റിക് പൊട്ടാഷ് KOH,
പൊട്ടാഷ്യം കാർബണേറ്റ്, സോഡ ആഷ് ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് ഉപയോഗിക്കാറുണ്ട്. റാൻസിഡിറ്റി ഒഴിവാക്കാൻ, കാറ് പോവാതിരിക്കാൻ വേണ്ടിയാണ് സോഡിയം സിലിക്കേറ്റോ ഹൈപ്പോസൾഫൈറ്റ് ഉപയോഗിക്കാറുണ്ട്. വൈറ്റനിങ് ഏജന്റ് ആണെങ്കിൽ വൈറ്റനിങ് ഏജന്റിൽ നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യാനല്ല, നമ്മുടെ സോപ്പ് വെള്ള കളർ ആവാനാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട്. pH ഓഫ് ദ സോപ്പ് എപ്പോഴും 10.0 ആയിരിക്കണം. സെലക്ട് പെർഫ്യൂം ഷുഡ് ബി സ്റ്റേബിൾ അറ്റ് ആൽക്കലി pH. ചില നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ഒന്നും pH സ്റ്റേബിൾ ആവില്ല. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സ്റ്റേബിൾ കേട്ടോ. എളുപ്പമാണ്, നിങ്ങളിത് ഓൾറെഡി ഒക്കെ പഠിച്ചതാണ്. ഇപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊളാക്കുന്നില്ല. സോപ്പ് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഫസ്റ്റ് വൺ ഈസ് എന്താണ്, നമുക്ക് കോൾഡ് മാനുഫാക്ചറിങ് ആണ്. സോ അല്ലെങ്കിൽ കോൾഡ് പ്രോസസ്സാണ്. നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ഉണ്ടാക്കുന്നത്. ലൈക്ക് ലീഡിങ് ഇമൾസിഫിക്കേഷൻ ആണ്. ആൽക്കലിയും ഫാറ്റും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഫ്രെയിമിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് സെവറൽ ഡേ അറ്റ് എ വാം ടെമ്പറേച്ചർ അങ്ങനെ സപ്പോണിഫിക്കേഷൻ നടക്കുകയും അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സിൻസ് അഡ്ജസ്റ്റ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ ദാറ്റ്, ക്വാണ്ടിറ്റി ഓഫ് ഫാറ്റ് ആൻഡ് ആൽക്കലി മസ്റ്റ് ബി കെയർഫുള്ളി കാൽക്കുലേറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു മിക്സ്ചറിനെ, നമ്മൾ ഉണ്ടാക്കിയ ആൽക്കലിയും ഫാറ്റിൻ്റെ മിക്സ്ചറിനെ നമ്മൾ റൂം ടെമ്പറേച്ചർ നല്ലപോലെ ഇമൾസിഫൈ ചെയ്തിട്ട് നമ്മൾ ഒരു പോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഈവൻ ദോ നിങ്ങൾ മിക്സിന് ശേഷം നിങ്ങൾക്ക് ഫാറ്റിൻ്റെ ആൽക്കലിൻ്റെയും ക്വാണ്ടിറ്റീസ് മാറ്റണമെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെമി ബോയിൽഡ് ആണ്. ഇവിടെ നമ്മൾ 70 മുതൽ 90 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സോ സഫോണിഫിക്കേഷൻ മിക്സ്ചർ നമ്മൾ ഹീറ്റ് ചെയ്യും യൂസിങ് എ സ്റ്റീം ഹീറ്റഡ് കോയിൽ. സോ നമ്മളവിടെ സഫോണിഫിക്കേഷൻ റിയാക്ഷൻ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്. റൂം ടെമ്പറേച്ചറിൽ പെട്ടെന്ന് നടക്കണമെന്നില്ല. നമ്മൾ സോപ്പ് ഉണ്ടായി കുറേ ദിവസം വെക്കണം, ഒരു 2-3 ദിവസമൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചെറിയ ചൂട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെർഫ്യൂമും ഡൈയും അഡിറ്റീവ്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ദിസ് പ്രോസസ് അലോ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സോഡ ക്വാണ്ടിറ്റി, റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്, ബെറ്റർ അഡിറ്റീവ് ഇൻകോർപ്പറേഷൻ, വൈഡർ ചോയ്സ് ഓഫ് റോ മെറ്റീരിയൽ. നമുക്ക് റോ മെറ്റീരിയൽ എടുക്കുന്നതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈവൻ റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ, പിന്നെ നമുക്ക് സോഡ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. കോൾഡ് പ്രസ് ആണെങ്കിൽ റൂം ടെമ്പറേച്ചർ ആയിരിക്കും. സെവറൽ ഡേ അറ്റ് വാം ടെമ്പറേച്ചർ നമ്മൾ സപ്പോണിഫിക്കേഷൻ വേണ്ടി വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പിന്നെ സിൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ വാർഡ്, അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യമേ കല്ലെടുത്ത് വെക്കുക. ആൻഡ് സെമി ബോയിൽഡ് ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെയും ചെയ്യാൻ പറ്റും. ആക്സലറേറ്റ് ആണ് 70 to 90 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെമി ബോയിൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ആൻഡ് ഫുൾ ബോയിൽഡ് ഉണ്ട്. ഇവിടെ ലാർജ് സിലിണ്ടർ കെറ്റിൽസിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. അവിടെ സ്റ്റീം കോയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും, പൈപ്പ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഫാറ്റും വാട്ടറും ലൈയും ഒക്കെ അഡ്ജസ്റ്റഡ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ സപ്പോണിഫിക്കേഷൻ നടത്തും. ബാക്കിയുള്ള സെയിം ആണ്, പക്ഷേ ഇവിടെ ഫുൾ ആയിരിക്കും. ഈ ഒരു പിക്ചർ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കാം. ഇതിൻ്റെ സപ്പോണിഫിക്കേഷനും ഡൈ ആഡ് ചെയ്യാനും എല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്നു, ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. സോ ഫസ്റ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസിൻ യൂസിങ് ഹൈ പ്രഷർ ഫാറ്റ് സ്പ്ലിറ്റിംഗ് സിസ്റ്റം. ഒരു ഹൈ പ്രഷർ ഫാറ്റ് സ്പ്ലിറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിലൂടെ നമ്മൾ ഫാറ്റി ആസിഡും ഗ്ലിസറിൻ നമ്മൾ നല്ലപോലെ കടത്തി വിടുകയും അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഫുള്ളി ഹീറ്റ് ആയിരിക്കും. നമുക്ക് ഇച്ചിരി സ്പീഡി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന രീതിയാണ് ഫുള്ളി ബോയിൽഡ് പ്രോസസ്സ്. നെക്സ്റ്റ് നമ്മൾ പറയാമെന്ന് നോൺ സോപ്പ് ക്ലെൻസർ ആണ്. ഇത് നമ്മൾ സിൻറ്റഡ് ബാർ എന്ന് പറയും. സിൻറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് വന്നത് സിന്തറ്റിക് ഡിറ്റർജൻറ്റ് എന്നാണ്. റെഫേഴ്സ് ടു ബൈൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് സിന്തറ്റിക് സർഫാക്റ്റൻറ്റ് ഓർ ടെൻസീവ് ആക്റ്റീവ് ഏജൻസ്. ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡിഫറൻറ്റ് സിന്തറ്റിക് സർഫാക്റ്റൻസോ അല്ലെങ്കിൽ ടെൻസീവ് ആക്റ്റീവ് ഏജൻറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ സോപ്സിൻ്റെ ക്യാരക്ടേഴ്സ് പറയുവാണെങ്കിൽ ഡിറൈവ് ഫ്രം ഓയിൽ, ഫാറ്റ്, പെട്രോളിയം പ്രൊഡക്ട്സ് ത്രൂ കെമിക്കൽ പ്രോസസ്. നമ്മൾ കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓയിൽസും ഫാറ്റും പെട്രോളിയം പ്രൊഡക്ട്സും ആയിരിക്കും. കോമൺലി വരുന്ന ഇൻഗ്രീഡിയൻസ് സോഡിയം, കൊക്കൈൽ, ഐസോ, എഥിലിൻ കോമൺലി ഉപയോഗിക്കുന്നത് കേട്ടോ. സൾഫോസക്സിനേറ്റ്, ആൽഫ ഒലിയോഫിൻ സൾഫനേറ്റ് ഒക്കെയാണ്. ഇനി സോപ്പിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫുൾ എഴുതണം. അതായത് ഇവിടെ മുതൽ മെഷർ സോപ്പ് ആൻഡ് ബാർസ് മുതൽ ഇത്രയും നിങ്ങൾ എഴുതണം. 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ പോലും 5 മാർക്കിന് ചോദിച്ചാൽ, കാര്യം നമുക്ക് അത്രയ്ക്ക് ഉണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ബേസിക് കൺസെപ്റ്റ് ആണ് ഇതെല്ലാം. ആ ഒരു ഐഡിയ നിങ്ങൾക്കും പ്രിൻസിപ്പിൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.